ഹായ് കൂട്ടുകാരെ, നാട്ടിൽ നിന്ന് പോന്നിട്ടും നാവിലെ രുചികളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഈ തവണ പോയതിൽ ഒന്നാമത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് നമ്മുടെ കോഴിക്കോടിനാണ്. ചെറിയ പെട്ടിക്കടകൾ മുതൽ നമ്മുടെ മാളിലെ ഫുഡ് സ്റ്റാളിന് മുമ്പ് വരെ പൊരിഞ്ഞ ക്യൂ. അതവിടുത്തെ രുചിയുടെ കുട്ടൻസ് തന്നെയാണേ. മഞ്ചേരി വരെ പോയപ്പോൾ ഒരു പ്ലാനും ഇല്ലാതെ പോയ പോക്കാ കോഴിക്കോടിന്. അത് നമ്മുടെ ബാംഗ്ലൂർ നേഴ്സിംഗ് ക്ലാസ്മേറ്റ് യാസിർ വിളിച്ചിട്ട് എൻ്റെ കൈ ഉള്ളത് ഒറ്റ രാത്രി അവനെയും കുടുംബത്തേക്ക് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ഒറ്റ തോന്നൽ വിട്ടതാ. ഇതാ ഇപ്പോൾ വിചാരിച്ചപ്പോൾ പോയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയിനെ. വൈകുന്നേരം ഏകദേശം 5:30 മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് എത്തിയപ്പോൾ നമ്മുടെ റഹ്മത്തിൽ നിന്ന് എന്തേലും കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ചെന്നപ്പോൾ തന്നെ റഹ്മത്തിലെ മീറ്റ് നിറച്ച ഒരു ബോണ്ടയും അതുപോലെ തന്നെ മീറ്റ് നിറച്ച സമോസയും ഒരു ചായയും കുടിച്ചു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്തൊരു ഫീലായിരുന്നു. അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് നേരെ യാസറിൻ്റെ വീട്ടിലേക്ക്. ചെറുതായിട്ടൊന്ന് ഫ്രഷായി അവിടുന്ന് നേരെ കോഴിക്കോട് ബീച്ചിലേക്ക്. ഒരുപാട് കൊച്ചു കൊച്ചു കടകളും ഒരുപാട് കൊച്ചു കൊച്ചു നല്ല ഫുഡുകളും നല്ല തിരക്കും അടിപൊളി കാലാവസ്ഥയും. ചൂടൊക്കെ ആണെങ്കിലും ബീച്ചിലൊരു സുഖമുണ്ടല്ലോ, അതാണ് ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ റീൽസിലൊക്കെ ഇപ്പോഴും ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന കൂന്തൽ നിറച്ചത് കണ്ടത്. എന്നാൽ പിന്നെ അതൊന്ന് കഴിക്കാമെന്ന് കരുതി കൂന്തൽ നിറച്ച് ചെറിയൊരു കട. ആ കടയിൽ കൂന്തൽ നിറച്ചതാണ് വളരെ സ്പെഷ്യലായിട്ടുള്ള സാധനം. ഒരു പ്ലേറ്റിന് 120 രൂപയാണ്. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ 2 പ്ലേറ്റ് മേടിച്ചു, കൂടെ കട്ടൻ കാപ്പിയും. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് ആട്ടോ. കൂന്തലിനകത്ത് മീറ്റ് നിറച്ച് അവരുടേതായിട്ടുള്ള കുറച്ച് എസൻസ് ഒക്കെ കൂട്ടി അതുപോലെ സോസൊക്കെ കൂട്ടിയിട്ട് കൂന്തൽ നിറച്ചത് വെറൈറ്റി ടേസ്റ്റാണ്. പോകുന്നവർ ട്രൈ ചെയ്യുക. അതുപോലെ കൂടെ കട്ടൻ കാപ്പിയും. വേറെ എന്ത് പറയാനല്ലേ. അപ്പോൾ കൂന്തൽ നിറച്ചത് ഒരു വെറൈറ്റി ടേസ്റ്റാണ്, പൊളി ഐറ്റം. അവിടുന്ന് നേരെ കുറേ നടന്ന് കാറ്റൊക്കെ കണ്ട് നടക്കുമ്പോൾ നല്ല ചൂടുമുണ്ട്. അപ്പോഴാണ് യാസ്രി ചോദിക്കുന്നത്, നമുക്കൊരു വെള്ളം കുടിച്ചാലോ? അത് വെറും വെള്ളമല്ല, ഭാസ്കരേട്ടൻ്റെ കടയിലെ സർബത്ത്. നമ്മൾ സാധാരണ സർബത്തൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭാസ്കരേട്ടൻ്റെ കടയെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നാൽ പിന്നെ അവിടെ പോയി സർബത്തൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. നേരെ വിട്ടു ഭാസ്കരേട്ടൻ്റെ കട. നല്ല തിരക്ക്, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ സർബത്ത് ഓർഡർ ചെയ്തു. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു ഇതെന്തായിരിക്കും എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചൂടത്ത് ഐസ് ക്യൂബൊക്കെ ഇട്ട് അവരുടേതായിട്ടുള്ള സ്പെഷ്യൽ ഒരു സർബത്തുണ്ട്. ആ സർബത്ത് അങ്ങോട്ട് കുടിച്ചപ്പം മോനെ, പിറ്റേന്ന് രാവിലെ ഒരു കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങിയതാ. കോഴിക്കോട് വന്നിട്ട് റഹ്മത്തിലെ ബീഫ് കഴിക്കാതെ എങ്ങനെ പോകാനാ? യാസറിൻ്റെ നിർബന്ധമാണേ. കയറി ഒരു ബീഫും അതുപോലെ ഒരു പാലപ്പവും കഴിച്ചു. ഓ, എന്നാ ടേസ്റ്റാണെന്നറിയോ? അവിടുത്തെ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് പൊളി ഐറ്റമായിരുന്നു. അതിൻ്റെ കൂടെ ലെമൺ ടീയും. പൊന്നു മുത്തേ. പിന്നെ നേരെ പോയത് മിഠായി തെരുവ്. കോഴിക്കോട് പോയ എല്ലാവരും തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ പോകുന്നത് ആരുടെ കൂടെയാണ്? കൂട്ടുകാരൻ്റെ കൂടെ. കുറേ നടന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ടു. എന്നിരുന്നാൽ പോലും അവിടുന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് കോട്ടയത്തോട്ട് പോകണമല്ലോ. അപ്പോൾ പിന്നെ എന്ത് മേടിക്കും? കോഴിക്കോട് ചെന്നാൽ കോഴിക്കോട് സ്പെഷ്യൽ കോഴിക്കോട് അലുവ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. അപ്പം നേരെ അലുവ മേടിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അലുവ മേടിക്കണമെങ്കിൽ ശങ്കരം ബേക്കറി തന്നെ കയറി മേടിക്കണമെന്ന് പറഞ്ഞു. നേരെ ഒന്നും നോക്കിയില്ല, ശങ്കരം ബേക്കറി ചെന്നു. ഒരുപാട് വെറൈറ്റി ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ അലുവ ഐറ്റമാണ് കൂടുതലും. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉള്ള അലുവേസ് ഉണ്ട്. അത് 2 സെലക്ട് ചെയ്തു. ഫേമസ് ആയിട്ടുള്ള 2 സെലക്ട് ചെയ്തിട്ട് നേരെ തിരിച്ചു. ട്രെയിൻ വരാൻ സമയമുണ്ട്, നല്ല ചൂടും. അപ്പോൾ യാസറിനോട് ചോദിച്ചു, യാസറെ, ഇന്നലെ നമ്മൾ മറ്റേ ഭാസ്കരൻ ചേട്ടൻ്റെ കടയിൽ പോയപ്പം ഒരു ഡ്രിങ്ക് ഞാൻ നോക്കി വെച്ചിരുന്നു, നല്ല ഗ്രീനിഷ് ആയിട്ടൊരു ഡ്രിങ്ക്, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ യാസർ പറഞ്ഞു, അത് കാന്താരി സർബത്താന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അതും കൂടെ ട്രൈ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നേരെ യാസറിനെ വിളിച്ചുകൊണ്ട് കാന്താരി സർബത്ത്. ആ സമയവും അവിടെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സർബത്തുകൾ, വെറൈറ്റി സർബത്തുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പോയി കാന്താരി സർബത്ത് അതുണ്ടാക്കുന്ന കണ്ടുകൊണ്ട് അത് മേടിച്ച് കുടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഫീലാണ്. നല്ല എരിവും അത്യാവശ്യം നല്ല വേറൊരു വെറൈറ്റിയൊക്കെ ടേസ്റ്റ് പരീക്ഷിക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇതും കുടിക്കാം. അതും കുടിച്ച് നേരെ യാത്ര പോകാൻ ഒരുങ്ങിയപ്പോഴാണ് കോഴിക്കോട് വന്നിട്ട് എങ്ങനെയാ മോനെ പാരഗണിലെയും അതുപോലെ തന്നെ റഹ്മത്തിലേക്ക് ബിരിയാണി ഇല്ലാതെ വീട്ടിലോട്ട് ചെല്ലുന്നത്. നേരെ അവിടെ പോയി പാഴ്സൽ അവരുടെ 2 സ്ഥലത്തെയും ഓരോ പാഴ്സൽ ബിരിയാണി മേടിച്ചിട്ട് ട്രെയിനിലാണ് അഴുക്കാകത്തില്ല എന്നുള്ള വിശ്വാസം നേരെ വീട്ടിലേക്ക് വിട്ടു. സത്യം പറയാലോ, ഭാഗ്യം കൊണ്ടായിരിക്കണം, വീട്ടിൽ ചെന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഫാമിലിക്ക് മഞ്ജുവിനും ഒക്കെ ബിരിയാണിയൊക്കെ കൊടുത്ത് സന്തോഷമായി. സത്യം പറയാലോ ഗൈസ്, ഫുഡി ആയിട്ടുള്ളൊരു കൂട്ടുകാരനും രുചിയുള്ള ഫുഡും നല്ല കോംബോയാണ്. യാസിർ, റൂബി, ഒരുപാട് നന്ദി എന്നെ സഹായിച്ചതിന്.